നമസ്കാരം. വീണയൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. തെക്കുംകര പഞ്ചായത്തിലെ പൂമല പറമ്പായിയിൽ സർഫാസി നിയമപ്രകാരം കിടപ്പ് രോഗി അടക്കമുള്ള കുടുംബത്തിന് കേരള ബാങ്ക് വടക്കാഞ്ചേരി ശാഖയുടെ ജപ്തി ഭീഷണി. ജില്ലാ സഹകരണ ബാങ്കായിരിക്കുമ്പോൾ ജീവനക്കാരനായിരുന്ന തെക്കുംചേരി പരേതനായ തോമസിന്റെ വീടും സ്ഥലവുമാണ് കേരള ബാങ്ക് അധികൃതർ ജപ്തിക്കെത്തിയത്. 2017 എടുത്ത 14 ലക്ഷം രൂപ തിരിച്ചടവ് മുടങ്ങിയതോടെ 35 ലക്ഷം രൂപയായി. 7 തവണ നോട്ടീസ് അയച്ചിട്ടും പ്രതികരിച്ചില്ലെന്ന് ബാങ്ക് അധികൃതരുടെ വിശദീകരണം. വീട്ടിൽ നിന്നിറങ്ങിയാൽ മറ്റൊരിടത്തേക്കും പോകാനില്ലെന്ന തോമസിന്റെ ഭാര്യ അന്നമ്മയും മക്കളും, കുടുംബത്തിന് പൂർണ്ണ പിന്തുണയുമായി നാട്ടുകാർ. ജപ്തി നടപടികൾ പൂർത്തിയാക്കാനാകാതെ ഉദ്യോഗസ്ഥർ മടങ്ങി. കോടതിയിൽ റിപ്പോർട്ട് നൽകുമെന്ന് അധികൃതർ. കൈപ്പറമ്പ് പഞ്ചായത്തിലെ കൊള്ളന്നൂരിൽ പഞ്ചായത്ത് സ്ഥലത്ത് MCFന് കുഴിയെടുക്കുന്നതിനിടെ തലയോട്ടി കണ്ടെത്തി. പൊതുശ്മശാനമായ മോക്ഷാലയത്തിന് സമീപമുള്ള പഞ്ചായത്ത് ഭൂമിയിലാണ് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കുഴിയെടുക്കുന്നതിനിടെ തലയോട്ടി കണ്ടെത്തിയത്. മോക്ഷാലയവുമായി ബന്ധമില്ലാത്ത സ്ഥലത്താണെന്നത് ദുരൂഹതയുണർത്തുന്നു. പേരാമംഗലം പോലീസ് സ്ഥലത്തെത്തി കസ്റ്റഡിയിലെടുത്തു. ശാസ്ത്രീയ പരിശോധന നടത്താൻ തീരുമാനം. എടത്തുരുത്തി ഏറാക്കൽ റോഡിൽ കുടിവെള്ള വിതരണ പൈപ്പ് പൊട്ടി ഭീമൻ ഗർത്തം. കുഴിയിൽ അകപ്പെടാതിരിക്കാൻ ബൈക്ക് വെട്ടിച്ച യുവാവ് കുളത്തിലേക്ക് വീണു. ചന്ദ്രാപ്പിന്നി സ്വദേശി തേവർക്കാട്ടിൽ സായൂജാണ് അപകടത്തിൽപ്പെട്ടത്. ബുധനാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. ഒഴിവായത് വൻ ദുരന്തം. മുണ്ടൂർ പരിശുദ്ധ കർമ്മലമാതാ പള്ളി വികാരി ഫാദർ ബാബു അപ്പാടന് രജത ജൂബിലി നിറവ. 5 പതിറ്റാണ്ടിന്റെ അജഗണ പരിപാലനം സീറോ മലബാർ സഭയ്ക്ക് പകർന്നു നൽകിയത് ആർജവവും കരുത്തും. ദേവാലയത്തിലെ വിശ്വാസ പരിശീലന വാർഷികാഘോഷവും വികാരിയുടെ രജത ജൂബിലി ആഘോഷവും ഉത്സവ നിറവിൽ നടന്നു. നവവൈദികൻ ഫാദർ അജോ പുത്തൂക്കരയെ അനുമോദിച്ചു. തൃശൂർ സെന്റ് തോമസ് കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ മാർട്ടിൻ കൊളംബ്രത ഉദ്ഘാടനം ചെയ്തു. തൃശൂർ നഗരത്തിലെ ഹോട്ടലുകളിൽ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന്റെ മിന്നൽ പരിശോധന. 34 ഹോട്ടലുകളിലാണ് ബുധനാഴ്ച റെയ്ഡ് നടന്നത്. 5 ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തു. 21 ഹോട്ടലുകൾക്ക് നോട്ടീസ്. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്നും അധികൃതർ. വാർഡ് പുനർവിഭജന കരട് പുറത്തിറങ്ങിയപ്പോൾ തെക്കുംകര പഞ്ചായത്തിൽ 18 വാർഡുകൾ 19 ആകും. ചെമ്പോടാണ് പുതിയ വാർഡ്. പുന്നമ്പറമ്പ് ഉൾപ്പെടെ 7 വാർഡുകളുടെ രൂപം മാറും. അടങ്ങളം ഇനി കല്ലമ്പാറയാകും. കുത്തുപാറ നായരങ്ങാടിയായി മാറും. വാർഡ് വിഭജന കരടിനെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസും BJPയും. ചെമ്പോട് വാർഡിന്റെ പേര് തിരുവാണിക്കാവ് എന്നാക്കണമെന്ന് BJP. ചന്ദ്രാപ്പിനിയിൽ വീട് കുത്തി തുറന്ന് മോഷണം. കണ്ണമ്പുള്ളിപ്പുറത്താണ് അടച്ചിട്ട വീട് കുത്തി തുറന്ന് മോഷണം നടന്നത്. മേനോത്ത് രതീഷിന്റെ വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടത് നിലവിളക്ക, ഉരുളി അടക്കമുള്ള പാത്രങ്ങൾ. കവർച്ചയ്ക്ക് നേതൃത്വം നൽകിയത് നാടോടി സ്ത്രീകൾ എന്ന നിഗമനം. അമൃത് ഭാരത് സ്റ്റേഷൻ പട്ടികയിൽ ഉൾപ്പെട്ട വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ നവീകരണ പ്രവർത്തനങ്ങൾ ഇഴയുകയാണെന്ന ആരോപണം. MP K രാധാകൃഷ്ണൻ റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ചതിന് പിന്നാലെ പ്രവർത്തനങ്ങൾ അതിവേഗം. സംസ്ഥാന പാതയോരത്ത് കവാട നിർമ്മാണത്തിന് തുടക്കം. സ്റ്റേഷന് മുന്നിലെ ഡിവൈഡർ അപകടരഹിതമാക്കിയ അധികൃതർ. തൃശൂർ പൂരം മുടങ്ങിയതിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി BJP. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഔറംഗസേബ് നയമാണ് പിന്തുടരുന്നതെന്ന് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ. ക്ഷേത്രവിരുദ്ധ നിലപാടാണ് ദേവസ്വം ബോർഡിന്റേതെന്ന് കുറ്റപ്പെടുത്തൽ. കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം രാഷ്ട്രീയ പ്രേരിതമെന്നും ആരോപണം. വടക്കാഞ്ചേരി ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവം വീണയൻ ന്യൂസ് പ്രേക്ഷകർക്കായി റിപ്പോർട്ട് ചെയ്ത മുണ്ടത്തിക്കോട് NSS വെങ്കിട്ടറാം ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിനി. സമഗ്ര വാർത്തയുമായി ഫാത്തിമ സിത്താര. സമ്പൂർണ്ണ പരിപാടി വാർത്താ ബുള്ളറ്റിനു ശേഷം സംപ്രേഷണം. കലോത്സവത്തിന് വ്യാഴാഴ്ച കൊടിയിറങ്ങും. വടക്കാഞ്ചേരി കുമ്പളങ്ങാട് റോഡിന് സമീപം നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ വ്യാപാര സ്ഥാപനത്തിലേക്ക് ഇടിച്ചുകയറി. പ്രദേശത്ത് നിർത്തിയിട്ടിരുന്ന ഇരുചക്രവാഹനം, ഓട്ടോറിക്ഷ എന്നിവയിലും ഇടിച്ചുകയറി. ഇരുചക്രവാഹന യാത്രികനായ അകമ്പാടം സ്വദേശിക്ക് പരിക്കേറ്റു. ആയുർവേദ കടയിലേക്കാണ് വാഹനം ഇടിച്ചുകയറിയത്.